ഈ വെള്ളമൊക്കെ വരുന്നത് കോർപ്പറേഷൻ ഉടമസ്ഥരുടെ ഓർഡറിൽ നിന്നല്ല. ഞങ്ങളതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല, മറിച്ച് വസ്തുത മനസ്സിലാക്കണം. 101 വാർഡുണ്ടല്ലോ, 101 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനം 1.5 മാസം മുമ്പേ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഇവിടുത്തെ തമ്പാനൂർ പഴവങ്ങാടിയിലൊക്കെ പ്രശ്നം ഇന്നോ ഇന്നലെ പെട്ടെന്നുണ്ടായ പ്രശ്നമല്ല. അത് പരിഹരിക്കണമെങ്കിൽ ഈ മെക്കാനിസം പോരാ. കോർപ്പറേഷൻ്റെ ഒരു മെക്കാനിസം മാത്രമൊന്നും വെച്ച് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. അത് വളരെ വലിയ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ആലോചിച്ച് ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിച്ചാൽ നമുക്ക് പ്രശ്നം ആത്യന്തികമായി പരിഹരിക്കും. ഈ പ്രശ്നം ഇപ്പോഴത്തെ ഒരു ഇടപെടൽ കൊണ്ട് ആത്യന്തികമായി പരിഹരിക്കണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് തന്നെ ആദ്യം കണ്ട മാത്രയിൽ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞത്. അവർ ഇടപെടാൻ വളരെ പോസിറ്റീവായിട്ട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. പരിഹരിക്കാൻ സാധിക്കും നമുക്ക്. എന്തായാലും നമ്മുടെ പ്രശ്നം പരിഹരിച്ചല്ലേ ഒക്കുള്ളൂ. പ്രശ്നം പരിഹരിക്കാനുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ ഇടപെടലോടുകൂടി ആവിഷ്കരിച്ച് നമുക്ക് തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് എന്നേക്കും അവസാനിക്കും. അത് ഞങ്ങളുടെ സ്ലോഗനിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ 4-4.5 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 101 വാർഡിലും കോർപ്പറേഷൻ ഉടമസ്ഥരുടെ എല്ലാ ഓർഡറുകളും വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ വരുന്നത് കോർപ്പറേഷൻ ഉടമസ്ഥരുടെ ഓർഡറിൽ നിന്നല്ല. ഞങ്ങളതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല, മറിച്ച് വസ്തുത മനസ്സിലാക്കണം. കോർപ്പറേഷൻ്റെ ഉടമസ്ഥരുടെ എല്ലാ ഓർഡറുകളും ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള മണ്ണ് അവിടെ നിന്ന് അപ്പം തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇപ്പം മഴ വന്നപ്പോഴാണല്ലോ ഇത്രത്തോളം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നും കൂടി കൂടുതൽ വ്യക്തമാകുന്നത്. ആ ഘട്ടത്തിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ ഇടപെടലുകൾ ഞങ്ങൾ തേടുന്നുണ്ട്.